കർത്താവ് നിങ്ങളോടുകൂടെ വിശുദ്ധ ലൂക്ക അറിയിച്ച പരിശുദ്ധ സുവിശേഷത്തിൽ നിന്ന് അധ്യായം 1:57 മുതലുള്ള തിരുവചന ഭാഗം. അക്കാലത്ത് എലിസബത്തിന് പ്രസവ സമയമായി. അവളൊരു പുത്രനെ പ്രസവിച്ചു. കർത്താവ് അവളോട് വലിയ കാരുണ്യം കാണിച്ചിരിക്കുന്നു എന്ന് കേട്ട അയൽക്കാരും ബന്ധുക്കളും അവളോടൊത്ത് സന്തോഷിച്ചു. 8-ാം ദിവസം അവർ ശിശുവിൻ്റെ പരിച്ഛേദനത്തിന് വന്നു. പിതാവിൻ്റെ പേരനുസരിച്ച് സക്കറിയ എന്ന് അവന് പേര് നൽകാൻ അവർ ആഗ്രഹിച്ചു. എന്നാൽ ശിശുവിൻ്റെ അമ്മ അവരോട് പറഞ്ഞു, അങ്ങനെയല്ല, അവൻ യോഹന്നാൻ എന്ന് വിളിക്കപ്പെടണം. അവർ അവളോട് പറഞ്ഞു, നിന്റെ ബന്ധുക്കളിൽ ആർക്കും ഈ പേരില്ലല്ലോ. ശിശുവിന് എന്ത് പേര് നൽകാനാണ് ആഗ്രഹിക്കുന്നതെന്ന് അവൻ്റെ പിതാവിനോട് അവർ ആംഗ്യം കാണിച്ച് ചോദിച്ചു. അവനൊരു എഴുത്ത് പലക വരുത്തി അതിൽ എഴുതി, യോഹന്നാൻ എന്നാണ് അവൻ്റെ പേര്. എല്ലാവരും അത്ഭുതപ്പെട്ടു. തൽക്ഷണം അവൻ്റെ വായ് തുറക്കപ്പെട്ടു. നാവ് സ്വതന്ത്രമായി അവൻ ദൈവത്തെ വാഴ്ത്തിക്കൊണ്ട് സംസാരിക്കാൻ തുടങ്ങി. അയൽക്കാർക്കെല്ലാം ഭയമുണ്ടായി. യൂദയായിലെ മലനാട്ടിലെങ്ങും ഈ സംഗതികൾ സംസാര വിഷയമാവുകയും ചെയ്തു. കേട്ടവരെല്ലാം ഈ ശിശു ആരായിത്തീരും എന്ന് ചിന്തിച്ചു തുടങ്ങി. കർത്താവിൻ്റെ കരം അവനോടുകൂടെ ഉണ്ടായിരുന്നു. കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവേ, അങ്ങേക്ക് സ്തുതി. ഈശോയിൽ പ്രിയപ്പെട്ടവരെ, നമുക്കിനി ക്രിസ്മസ് ആഘോഷത്തിന് ഏതാനും മണിക്കൂറുകൾ എന്ന് പറയാം. അത്രമാത്രം നമ്മൾ ക്രിസ്മസ് ആഘോഷത്തോട് അടുത്തിരിക്കുന്നു. ഈ ആഗമനകാലം നമ്മൾ ശരിക്കും ആഗമനയാത്ര നടത്തിയോ അതോ ഒരു പ്രഹസനമാക്കിയോ എന്നുള്ളത് ഈ അവസാന മണിക്കൂറുകളിലെങ്കിലും നമ്മൾ ചിന്തിക്കുന്നത് നല്ലതാണ്. കാരണം ഇന്നത്തെ ആദ്യ വായനയിൽ നമ്മൾ കേട്ട ഒരു കാര്യം ഇതാണ്: ക്രിസ്മസ് ആഘോഷം ചിലർക്ക് അനുഗ്രഹമായി മാറാം, വേറെ ചിലർക്ക് ശാപമായി മാറാം. അതാണ് നമ്മൾ കേട്ടത്. ഞാൻ വന്ന് ദേശത്തെ നശിപ്പിക്കാതിരിക്കേണ്ടതിന് പ്രവാചകൻ അവൻ ചെയ്യാൻ പോകുന്നൊരു കാര്യം, മക്കളുടെ ഹൃദയം മാതാപിതാക്കളിലേക്കും മാതാപിതാക്കളുടെ ഹൃദയം മക്കളിലേക്കും തിരിക്കും എന്ന് പറഞ്ഞാൽ മുറിഞ്ഞു കിടക്കുന്ന ബന്ധങ്ങൾ കൂട്ടി യോജിപ്പിക്കും. നമുക്ക് ഈ അവസാന മണിക്കൂറുകൾ പ്രയോജനപ്പെടുത്തേണ്ടത് ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടി. നല്ലൊരു കുമ്പസാരം വേണോ? കുമ്പസാരം നടത്തണം. നമുക്ക് ചില വ്യക്തികളുമായിട്ട് രമ്യതപ്പെടണോ? നാളുകളായിട്ട് അവരുമായിട്ട് മിണ്ടാട്ടമൊന്നും ഇല്ലാത്ത അവസ്ഥയിലാണോ? അതിനൊരു പരിശ്രമം നടത്തണം. അതാണ് പിതാക്കന്മാരുടെ ഹൃദയം മക്കളിലേക്കും മക്കളുടെ ഹൃദയം പിതാക്കന്മാരിലേക്കും തിരിക്കുക എന്ന് പറഞ്ഞാൽ ഗെറ്റ് റെക്കൺസൈൽഡ്. മറ്റുള്ളവരുമായിട്ട് രമ്യതപ്പെടുക. അതാണ് ദൈവവുമായി രമ്യതപ്പെടാനുള്ള ഒരു പ്രധാനപ്പെട്ട മാർഗം എന്നുള്ളത് നാം തിരിച്ചറിയണം. യേശുവിൻ്റെ ജനനത്തിന് മുമ്പായിട്ട് പല ബൈബിൾ കഥാപാത്രങ്ങളെയും നമ്മൾ കാണാറുണ്ട്. സഭയിൽ വായനകളിലൂടെ അവർ നമ്മുടെ മുമ്പിൽ വരാറുണ്ട്. ഇന്ന് വന്ന ഒരു വ്യക്തി സക്കറിയായും എലിസബത്തും അതുപോലെ തന്നെ സ്നാപക യോഹന്നാൻ. അവർക്ക് അത്ഭുതകരമായി ദൈവം കൊടുത്ത ഒരു മകനാണ് സ്നാപക യോഹന്നാൻ. സക്കറിയ എലിസബത്ത് ദമ്പതികളിൽ നിന്ന് നാം പഠിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, ദൈവത്തെ അനുസരിക്കാൻ കട്ടയ്ക്ക് നിന്ന ദമ്പതിമാർ. എന്നൊക്കെ ഒരാൾ അവർക്ക് മിണ്ടാൻ മേല, പക്ഷെ മിണ്ടാമായിരുന്ന ഭാര്യ പറഞ്ഞു, അവൻ്റെ പേര് യോഹന്നാൻ എന്നായിരിക്കണം. നീ എന്ത് ഭ്രാന്താ പറയണേ? ഈ വീട്ടിൽ ആർക്കായി യോഹന്നാൻ എന്ന് പേരുള്ളത്? അപ്പം അതുകൊണ്ട് നീ എന്തുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത്? ഏതായാലും ബുക്ക് വല്ല കുഴപ്പമുണ്ടായിട്ടാണെങ്കിൽ ഭർത്താവിനോട് ചോദിക്കാമെന്ന് വിചാരിച്ച് പുള്ളിയുടെ ആംഗ്യം കാണിച്ച് ചോദിച്ചു. പുള്ളിയുടെ എഴുത്ത് പലക ആവശ്യപ്പെട്ടിട്ട് അതിലെഴുതി, ഹിസ് നെയിം ഈസ് ജോൺ, അവൻ്റെ പേര് യോഹന്നാൻ എന്നായിരിക്കണം. വീട്ടുകാരുടെ ഇഷ്ടമൊന്നും നോക്കണ്ട, പാരമ്പര്യമൊന്നുമല്ല. അതിനേക്കാൾ പ്രധാനപ്പെട്ടത് ദൈവത്തെ അനുസരിക്കുക എന്നുള്ളതാണ്. ദൈവത്തെ അനുസരിക്കുക. അങ്ങനെ അതിന് രണ്ടുപേരും, ഭാര്യയും ഭർത്താവും ഒറ്റക്കെട്ടായിട്ട് നിന്ന ഒരു സംഭവമാണ് ഇന്നത്തെ സുവിശേഷ ഭാഗത്ത് നമ്മൾ കാണുക. വേറെ ചില ദമ്പതിമാരെ കാണാൻ സാധിക്കും. പാപപ്രവൃത്തി ചെയ്യാൻ, എന്തായാലും കള്ളത്തരോ തിരിമറിയൊക്കെ കാണിക്കാനായിരിക്കാം, രണ്ടുപേരും കട്ടയ്ക്ക് നിൽക്കും. എന്നിട്ട് നമ്മൾ ക്രിസ്ത്യാനികളാണെന്നും പറയും, നമ്മൾ ദിവസേന പള്ളിയിലും പോകും, ബലിയിൽ പങ്കെടുക്കും, കുർബാന സ്വീകരണവും നടത്തും. പക്ഷേ ഇങ്ങനെയുള്ള പാപപ്രവൃത്തികൾ അത് തുടച്ചു മാറ്റാതെ, അങ്ങനെയുള്ളവർക്ക് ക്രിസ്മസ് ആഘോഷം
ഒരു ശാപമായി മാറാം എന്നുള്ളതല്ലേ ഇന്നത്തെ ആദ്യ വായനയുടെ കാതലായ സന്ദേശം. അവൻ ശുദ്ധീകരിക്കുന്ന അഗ്നിയാണ്, ഉലയിലെ അഗ്നിയാണ്. നമുക്കറിയാമല്ലോ, ഒറിജിനൽ സ്വർണം ഉരച്ചാലും നിറം മാറത്തില്ല. ഒറിജിനൽ ആണെങ്കിൽ, ഡ്യൂപ്ലിക്കേറ്റ് ആണെങ്കിൽ മാറും എന്ന് പറഞ്ഞ പോലെ നമ്മളെ കർത്താവ് ശുദ്ധീകരിക്കും. അപ്പോൾ പിടിച്ചു നിൽക്കാൻ ആർക്ക് പറ്റും? കർത്താവിൻ്റെ വരവിൽ പിടിച്ചു നിൽക്കാൻ ആർക്ക് സാധിക്കും എന്നുള്ളതാണ് ഇന്നത്തെ ആദ്യ വായന കൃത്യമായിട്ട് നമ്മെ പഠിപ്പിക്കുക. അപ്പം അതിൻ്റെ വെളിച്ചത്തിൽ തിരുത്തേണ്ടത് തിരുത്താൻ നമുക്ക് സാധിക്കണം. ഇതുപോലെ തന്നെ നമുക്ക് കാണാൻ സാധിക്കും, ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായത്തിലൂടെ കടന്നു പോകുമ്പോൾ മറ്റൊരു പ്രധാനപ്പെട്ട ബൈബിൾ കഥാപാത്രമുണ്ട്, മറിയം. എന്തായിരുന്നു മറിയത്തിൻ്റെ ജീവിതത്തിലേക്ക് നോക്കിയാൽ നമുക്ക് പഠിക്കാൻ പറ്റുക? മറിയത്തിൻ്റെ സമർപ്പണം. ഇതൊക്കെയാണ് ഇവരെ പോലെ നിലകൊള്ളുന്നവരാണ് യഥാർത്ഥത്തിൽ ഈ ക്രിസ്മസ് ആഘോഷത്തിന് ഒരുങ്ങിയിരിക്കുന്നത്. ആഗമനകാല യാത്ര നന്നായി നടത്തി എന്ന് പറയാൻ സാധിക്കുക. ഒരു സമർപ്പണം. ദൈവം എന്നോട് എന്ത് ചോദിക്കട്ടെ ഞാൻ കൊടുക്കും. നമുക്ക് ചെറിയ ഒരു അനിഷ്ടമായൊരു കാര്യം എടുക്കാൻ എന്തൊരു പാടാ, ഇഷ്ടമുള്ള ഒരു സാധനം വിട്ടുകൊടുക്കാൻ എന്തൊരു പാടാ. അങ്ങനെയുള്ളവരുടെ ജീവിതത്തിൽ ഒരു സമർപ്പണം നടക്കുന്നു എന്നെങ്ങനെ പറയാൻ പറ്റും? മറിയത്തിൻ്റെ മനസ്സിൽ എന്തെങ്കിലും ഈ കളങ്കമേറിയ പ്ലാനോ പദ്ധതിയോ എന്തെങ്കിലും ഉണ്ടായിരുന്നോ? ഒന്നുമില്ലായിരുന്നു. അത്ര ശുദ്ധ മനസാക്ഷിയോടുകൂടി ജീവിച്ച വ്യക്തി. എന്നിട്ടും അവളുടെ പദ്ധതി വിടാൻ പറഞ്ഞു, അവളത് വിട്ടു. ഇന്ന് പലരും മനസ്സിൽ കൊണ്ട് നടക്കുന്നത് അശുദ്ധമായിട്ടുള്ള പദ്ധതിയാണ്. വിടാൻ പറഞ്ഞാലൊട്ട് വിടത്തുമില്ല. ഇപ്പോൾ ഒരു കുമ്പസാരം നടത്താൻ പറഞ്ഞ് അതിനൊന്നും പോകത്തുമില്ല. അതാണ് വ്യത്യാസം. മറിയത്തെപ്പോലൊരു സമർപ്പണം നമ്മൾ നടത്തുകയാണെങ്കിൽ അത്ഭുതം നടക്കും. നമുക്കറിയാമല്ലോ, പിതാവായ ദൈവത്തിൻ്റെ കരുതൽ കൊണ്ടാണ് ഒരു രക്ഷകൻ ഉണ്ടാകണം എന്നവൻ തീരുമാനമെടുത്തത്. അതിന് ചെയ്തൊരു കാര്യം, മറിയം ഗർഭം ധരിച്ചു. എങ്ങനെയായിരുന്നു? പരിശുദ്ധാത്മാവിനാൽ. പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനമുണ്ടെങ്കിൽ എന്തും സാധ്യമാകും എന്നുള്ളതിൻ്റെ ഒരർത്ഥമാണ്, ഒരു സൂചനയാണ് അവിടെ നമുക്ക് ലഭിക്കുക. മത്തായി 1-ാം അധ്യായത്തിലൂടെ കടന്നു പോകുമ്പോൾ യൗസേപ്പ് പിതാവ്, ഇവരെല്ലാം ശരിക്കും നമ്മുടെ യേശുവിൻ്റെ ജനനത്തിന് മുമ്പായിട്ട് ധ്യാനിച്ച ബൈബിൾ കഥാപാത്രങ്ങളാണ്. യൗസേപ്പിനൊരു സ്വപ്നം ഉണ്ടായി. യൗസേപ്പിനോട് ദൈവം ആവശ്യപ്പെട്ട കാര്യങ്ങൾ, മറിയത്തെ നിൻ്റെ ഭാര്യയായി സ്വീകരിക്കുന്നതിൽ നീ ശങ്കിക്കേണ്ട, അവന് അപമാനം വരാൻ സാധ്യതയുള്ള ഒരു സാഹചര്യമാണ്. പക്ഷെ അതൊന്നും നോക്കിയില്ല. കാരണം ദൈവം അവനോട് സംസാരിച്ചു. അതനുസരിക്കാൻ സന്നദ്ധനായ ഒരു വ്യക്തി. മാത്രമല്ല, യൗസേപ്പിൽ നമ്മൾ കാണുക നീതിബോധമുണ്ടായിരുന്നൊരു വ്യക്തി, നീതിമാനായിരുന്നൊരു വ്യക്തി. ആ നീതിയുടെ ഭാഗമായിട്ട് മറിയത്തിന് കൂടുതൽ അപമാനം വരരുത് എന്ന് ചിന്തിച്ച വ്യക്തി. ഇന്ന് ദമ്പതിമാരൊക്കെ ഇങ്ങനെയൊന്ന് ചിന്തിക്കുകയായിരുന്നെങ്കിൽ, മാതാപിതാക്കളും മക്കളും ഇങ്ങനെയൊന്ന് ചിന്തിക്കുകയായിരുന്നെങ്കിൽ, സ്വന്തം കുടുംബത്തിലെ ആൾക്കാർ പോലും അപമാനിതരാകാനായിട്ട് അവർ വിട്ടുകൊടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമായിരുന്നു. പ്രിയപ്പെട്ടവരെ, ക്രിസ്മസിന് നന്നായിട്ട് ഒരുങ്ങുക എന്ന് പറഞ്ഞാൽ ഈ വ്യക്തികളെപ്പോലെ നമ്മുടെ ജീവിതം ക്രമീകരിക്കുക എന്നുള്ളതാണ്. അതിനുവേണ്ട കൃപയ്ക്കും അനുഗ്രഹത്തിനുമായിട്ട് ഇന്നത്തെ ബലിയിൽ ദൈവത്തോട് നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കുകയും ചെയ്യാം.